വെൽക്കം ടു ട്രൈറൂട്ട്. നമുക്ക് ഇന്നത്തെ ഗോൾഡിന്റെയും യുടെയും പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ഒന്ന് നോക്കാം. അതിനുവേണ്ടി ആദ്യമായിട്ട് എടുത്തിരിക്കുന്ന ഗോൾഡിന്റെ വൺ ഡേ ചാർട്ടാണ്. വൺ ഡേ ചാർട്ടിൽ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്തിട്ടിരിക്കുന്നുണ്ട്. നോക്കിയാൽ കാണാം ഇവിടെ ഒരു ക്ലിയർ ആയിട്ടുള്ളൊരു സപ്പോർട്ട് ഉണ്ട്. ഇവിടെ ഒരു സപ്പോർട്ട് ഏരിയയിൽ നിന്നാണ് മാർക്കറ്റ് വലിയൊരു വീഴ്ചയിൽ നിന്ന് സപ്പോർട്ട് എടുത്ത് മുകളിലോട്ട് പോയത്. വീണ്ടും വന്ന് താഴോട്ടേക്ക് ഇറങ്ങി ഈ ഒരു ഏരിയയിൽ റീടെസ്റ്റ് ചെയ്തു, കുറേ നേരം റീടെസ്റ്റ് ചെയ്തു, വീണ്ടും മാർക്കറ്റ് മുകളിലോട്ട് പോയി. മുകളിൽ നിന്നൊരു വീഴ്ച വീണ്ടും വന്ന് ഇന്നതേ നല്ലൊരു സപ്പോർട്ട് ഇവിടുന്ന് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഏരിയ വളരെ സ്ട്രോങ് ആയുള്ള സപ്പോർട്ടാണ്. അതുപോലെ തന്നെ മുകളിൽ ഒരു റെസിസ്റ്റൻസ് ഏരിയ ഉണ്ട്. ആ ഒരു ഏരിയയിൽ മാർക്കറ്റ് കുറച്ച് നാളൊന്ന് കൺസോളേഷൻ നടന്നിട്ടാണ് താഴോട്ടേക്ക് വീണത്. അപ്പോൾ അവിടേക്കും ഒന്ന് രണ്ട് തവണ റീടെസ്റ്റിന് വേണ്ടി മാർക്കറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഏരിയ റെസിസ്റ്റൻസ് ആയിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോവാം. അതിനു മുന്നേ ഇന്നത്തെ പ്രധാനപ്പെട്ട ന്യൂസുകൾ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് നോക്കാം. ഇന്ന് US ഡോളറിൽ വരുന്ന ന്യൂസുകൾ ഇന്ത്യൻ സമയം 8:15 നൈറ്റിലെ വരുന്ന ന്യൂസാണ്. അത് വരുന്നത് ഫ്ലാഷ് മാനുഫാക്ചറിങ് PME അതുപോലെ തന്നെ ഫ്ലാഷ് സർവീസ് PME വരുന്നുണ്ട്. അതിന്റെ പ്രീവിയസ് ഫിഗർ എന്ന് 49.7 ആണ്. അത് ഫോർകാസ്റ്റ് കാണിക്കുന്നത് 49.4 ആണ് കാണിക്കുന്നത്. അപ്പൊ അതിന്റെ യൂഷ്വൽ ഇഫക്റ്റ് എന്ന് പറയുന്നത് ആക്ച്വൽ ഗ്രേറ്റർ ദാൻ ഫോർകാസ്റ്റ് ഈസ് ഗുഡ് ഫോർ കറൻസി എന്നാണ്. അതായത് ഫോർകാസ്റ്റിനേക്കാളും മുകളിലൊരു ഫിഗർ വരികയാണെങ്കിൽ കറൻസിക്ക് നന്നാവുകയും ഗോൾഡ് വീക്ക് ആവാനും സാധ്യതയുണ്ട്. ഇനി അടുത്തത് ഫ്ലാഷ് സർവീസ് PMA. അത് വരുന്നത് പ്രീവിയസ് 56.1 ആണ്. ഫോർകാസ്റ്റ് വരുന്നത് 55.7 ആണ്. അതും പ്രീവിയസിനേക്കാളും ചെറിയൊരു ഫിഗറിലാണ് വന്നിരിക്കുന്നത്. അതിന്റെ യൂഷ്വൽ ഇഫക്റ്റ് എന്ന് പറയുന്നത് ആക്ച്വൽ ഗ്രേറ്റർ ദാൻ ഫോർകാസ്റ്റ് ഈസ് ഗുഡ് ഫോർ കറൻസി എന്നാണ്. ഇതും ഫോർകാസ്റ്റിനേക്കാളും ഉള്ളു നിൽക്കുന്ന ഫിഗർ ആണെങ്കിൽ കറൻസിക്ക് ബെറ്റർ ആവുകയും അതുപോലെ തന്നെ ഗോൾഡ് വീക്ക് ആവാനും സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത്. ഈ ഒരു ന്യൂസ് വലിയൊരു ഇമ്പാക്ട് തരുന്ന ന്യൂസ് ഒന്നുമല്ല, എങ്കിലും ആ ഒരു സമയത്ത് സൂക്ഷിച്ച് ഇരിക്കുന്നത് നന്നായിരിക്കും. ചിലപ്പോൾ രണ്ട് സൈഡിലും മൂവ്മെന്റ് തന്ന് സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് ഒക്കെ നടക്കാൻ സാധ്യതയുള്ള ഒരു ന്യൂസും കൂടിയാണ്. അപ്പോൾ എല്ലാവരും ആ സമയത്ത് നോക്കിയും കണ്ടും ട്രേഡ് എടുക്കുക. ഇനി നമുക്ക് ചാർട്ടിലോട്ട് പോവാം. ചാർട്ടിൽ വരുന്ന സമയത്ത് വളരെ സ്ട്രോങ് ആയ ഒരു ഏരിയയിൽ നിന്ന് മാർക്കറ്റ് സപ്പോർട്ട് എടുത്തിട്ടുണ്ട് 4 ഹവറിന്റെ. ഇനിയിപ്പോൾ മാർക്കറ്റ് എവിടെ വരെ പോവും എന്നുള്ളതാണ് അടുത്ത് നോക്കേണ്ടി വരുന്നത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇതൊരു നല്ലൊരു ഏരിയയാണ്. ഈ ഏരിയ നോക്കിയാൽ കാണാം ഇവിടെ നിന്നൊരു സപ്ലൈ നടന്നൊരു ഏരിയയാണ്. പിന്നെ മാർക്കറ്റ് ഒന്ന് താഴോട്ടേക്ക് ഒന്ന് റസ്റ്റ് ചെയ്തു, അതിനെ ബ്രേക്ക് ചെയ്തു, വീണ്ടും റീടെസ്റ്റ് ചെയ്തു, വീണ്ടും റീടെസ്റ്റ് ചെയ്ത് ബ്രേക്ക് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഏരിയ വീണ്ടും ഒരു ഇമ്പോർട്ടൻ്റ് ഏരിയ ആവാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ അതിനെ ഒരു റെസിസ്റ്റൻസ് ഏരിയ ആയിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട്. സപ്പോർട്ട് ഏരിയ കാര്യമായിട്ടൊന്നും മാർക്ക് ചെയ്യുന്നില്ല, കാരണം ഓൾറെഡി നമ്മൾ വൺ ഡേ ചാർട്ടിൽ മാർക്ക് ചെയ്തുകൊണ്ട് മാർക്ക് ചെയ്യുന്നില്ല. ഇനി നമുക്ക് 1 ഹവറിലേക്ക് പോവാം. 1 ഹവറിലേക്ക് പോകുന്ന സമയത്ത് ആ ഒരു ഏരിയ അങ്ങനെ തന്നെ നിലനിൽക്കുന്നുണ്ട്. ഇവിടെ ഒരു ഇംബാലൻസ് ഒക്കെ ഉണ്ട്. ആ ഒരു ഏരിയയുടെ ഉള്ളിലാണ് ഇംബാലൻസ് കാണിക്കുന്നത്. അതിനെ മാർക്ക് ചെയ്തിടുന്നുണ്ട്. വീണ്ടും താഴോട്ടേക്ക് വരുന്ന സമയത്ത് ഈ ഒരു ഏരിയ എന്ന് പറയുന്ന റീടെസ്റ്റ് നടക്കാത്ത ഒരു ഏരിയയിൽ നിന്നാണ് മാർക്കറ്റ് ഇപ്പോൾ സപ്പോർട്ട് എടുക്കുന്നത്. അപ്പോൾ ഇത്തിരി മുകളിലോട്ട് തന്നെ പോകണം. അങ്ങനെ പോവുകയാണെങ്കിൽ ഒരു പ്രധാനപ്പെട്ട മറ്റൊരു ഏരിയയും കൂടി ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ. ഇവിടെ ഒരു നല്ല ഏരിയയും കൂടിയാണ് നോക്കിയാൽ കാണാം. ഇവിടെയും ഒരു ബ്രേക്ക് തന്ന് റീടെസ്റ്റ് തന്ന് വീണ്ടും മുകളിലോട്ട് പോയൊരു ഏരിയയും കൂടിയാണ്. ഇതും നല്ലൊരു ഏരിയ ആണ്. അപ്പൊ ഇവിടേക്ക് മാർക്കറ്റ് ഒരു പക്ഷെ എത്തി അവിടെ നിന്നൊരു ചിലപ്പോൾ ഒരു കൺഫർമേഷൻ കിട്ടാനും സാധ്യതയുണ്ട്. കാരണം നോക്കിയാൽ ഇവിടെ ഒരു റെസിസ്റ്റൻസ് അവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിനെ റെസിസ്റ്റൻസ് ആയിട്ട് മാർക്ക് ചെയ്തിടുന്നുണ്ട്. ഇനി 1 ഹവറിൽ പ്രധാനപ്പെട്ട ഏരിയാസ് എന്ന് പറഞ്ഞ് ഇതിന്റെ മുകളിലൊക്കെ ഉണ്ട്. മുകളിൽ ഇവിടെ ഇംബാലൻസ് ഉണ്ട്, അതുപോലെ ഇവിടെ റെസിസ്റ്റൻസ് ഉണ്ട്. തൽക്കാലം അതിനെ മാർക്ക് ചെയ്യുന്നില്ല, എന്നാലും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുന്നത് നന്നായിരിക്കും. ഇവിടുത്തെ ഒരു ഇംബാലൻസും റെസിസ്റ്റൻസും ഒക്കെ നോട്ട് ചെയ്ത് വെക്കുന്നത് നന്നായിരിക്കും. ഇനി നമുക്ക് 50 മിനിറ്റ്സിലോട്ട് പോവാം. 50 മിനിറ്റ്സിലോട്ട് പോകുന്ന സമയത്ത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ റീടെസ്റ്റ് ചെയ്യാത്തൊരു ഏരിയയിൽ നിന്നാണ് ഇപ്പോൾ മാർക്കറ്റ് എടുത്തിരിക്കുന്നത്. മാത്രമല്ല ഇവിടെ ഒരു സ്ട്രക്ചറൽ ചേഞ്ച് തന്നിട്ടുണ്ട്. അങ്ങനെ സ്ട്രക്ചറൽ ചേഞ്ച് തന്ന സ്ഥിതിക്ക് കുറച്ചും കൂടി മുകളിലോട്ട് പോവാം. അങ്ങനെ പോവുകയാണെങ്കിൽ എത്തുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് ഫസ്റ്റ് ഏരിയ എന്ന് പറയുന്നത് റെസിസ്റ്റൻസ് ഏരിയ ആയിരിക്കും. ആ റെസിസ്റ്റൻസ് ഏരിയയിലേക്ക് എത്താനുള്ള സാധ്യത കാണുന്നുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്നൊരു എൻട്രി ഓപ്പർച്യൂണിറ്റി ഉണ്ട്. മാർക്കറ്റ് ഒന്ന് താഴോട്ടേക്ക് ഇറങ്ങുകയാണ്. ഇപ്പൊ ഈ ഇതിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ ഇവിടെ നിന്നൊരു ബൈ ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അത് ഏറെക്കുറെ ഈ ലെവലിലേക്ക് ഇപ്പൊ തന്നെ ഒരു സാധ്യത കാണുന്നുണ്ട്. എന്തായാലും നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു കൺഫർമേഷൻ ഇവിടുന്ന് കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. 5 മിനിറ്റ്സിലോ 3 മിനിറ്റ്സിലോ സ്ട്രോങ് ആയിട്ടുള്ള ഒരു കൺഫർമേഷൻ കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്നൊരു എൻട്രി ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അപ്പോൾ അത് നോക്കിയെടുക്കാവുന്നതാണ്. അപ്പൊ ഇത്രയാണ് 50 മിനിറ്റ്സിൽ കാണിക്കുന്നത്. ഒരുപക്ഷെ ഈ ഇവിടെ നിന്ന് വീണ്ടും മുകളിലോട്ട് പോവുകയാണെങ്കിൽ, അതായത് ഈ ഏരിയയിൽ നിന്ന് വീണ്ടും മുകളിലോട്ട് പോവുകയാണെങ്കിൽ പിന്നെ മാർക്കറ്റ്
ലക്ഷ്യം വെക്കുന്നത് ഈ ഒരു ഏരിയയിലായിരിക്കും. ഇവിടെ ഒരു ഇംബാലൻസ് പ്ലസ് മൾട്ടിപ്പിൾ ടൈം മാർക്കറ്റ് വന്ന് റീടെസ്റ്റ് ചെയ്തൊരു ഏരിയ ആണത്. അപ്പോൾ അവിടേക്കായിരിക്കാം ഒരുപക്ഷെ ടാർഗറ്റ് വെക്കുന്നത്. അപ്പൊ ഇത്രയാണ് ബൈയിങ് സൈഡ്. ഇനിയിപ്പോ സെല്ലിംഗ് സൈഡ് എന്ന് പറഞ്ഞാൽ ഇന്നിപ്പോ കാര്യമായിട്ടൊരു സെല്ലിംഗ് സൈഡ് നോക്കുന്നില്ല എങ്കിലും ഇവിടെ നിന്നോ അല്ലെങ്കിൽ ഇവിടെ നിന്നോ നല്ലൊരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ ഒരു സെല്ലിംഗ് സൈഡ് നോക്കാവുന്നതാണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന മുകളിലോട്ട് പോകുന്ന സമയത്ത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന എന്തെങ്കിലും സ്ട്രോങ് പാറ്റേണോ മറ്റോ നോക്കിയതിനു ശേഷം നമുക്ക് അവിടുന്ന് ഒരു സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റി എടുക്കാവുന്നതാണ്. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ഗോൾഡിലുള്ള അനാലിസിസ്. ഇനി നമുക്ക് ഓയിലിലേക്ക് പോവാം. US ഓയിലിലേക്ക് വരുന്ന സമയത്ത് മാർക്കറ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് ഒരു അപ്പ് മൂവ്മെന്റ് കാണിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസമൊക്കെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ബുള്ളിഷ് ക്യാൻഡിലോട് കൂടിയിട്ട് സ്ട്രക്ചർ ബ്രേക്ക് ഒക്കെ തന്നിട്ടുണ്ട്. ആ ഒരു ഏരിയനെ സപ്പോർട്ടായിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മുകളിൽ നോക്കിയാൽ കാണാം മൾട്ടിപ്പിൾ ആയിട്ട് മാർക്കറ്റ് വന്ന് റീടെസ്റ്റ് ചെയ്തൊരു ഏരിയനെ റെസിസ്റ്റൻസും ആയിട്ട് മാർക്ക് ചെയ്തിട്ടിരിക്കുന്നുണ്ട്. ഇനി നമുക്ക് 4 ഹവറിലേക്ക് പോവാം. 4 ഹവറിലേക്ക് പോകുന്ന സമയത്ത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു സ്ട്രക്ചർ ബ്രേക്ക് തന്നൊരു ഏരിയ ലേക്ക് മാർക്കറ്റ് തിരിച്ചു വരുന്നുണ്ട്. അങ്ങനെ തിരിച്ച് വരികയാണെങ്കിൽ അതൊരു എൻട്രി ഓപ്പർച്യൂണിറ്റി ഉള്ളതാണ്. എന്തായാലും ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോയി നോക്കേണ്ടതുണ്ട് അതിനു മുന്നേ. അപ്പൊ ഈ ഒരു ഏരിയ വീണ്ടും സപ്പോർട്ടായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. മറ്റൊരു ഏരിയ എന്ന് പറയുന്നത് നേരത്തെ വരച്ച റെസിസ്റ്റൻസ് തന്നെയാണ്. ഈ ഒരു ഹൈനെ ബ്രേക്ക് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോ ഈ റെസിസ്റ്റൻസ് ഏരിയയിലേക്ക് ഇന്ന് മാർക്കറ്റ് എത്താനും സാധ്യത കാണുന്നുണ്ട്. കുറവുള്ള മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇപ്പൊ ഈ നിൽക്കുന്ന ഏരിയയിൽ ഒരു ചെറിയ ഒരു സ്ട്രോങ് ആയിട്ടുള്ള പുൾ ബാക്ക് വന്ന ഒരു ഏരിയ ആണ്. ആ ഒരു ഏരിയയിൽ നിന്നാണ് മാർക്കറ്റ് ഇപ്പൊ 2 ക്യാൻഡിൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട് എടുക്കാനുള്ള സാധ്യത ഉണ്ട്. ഒരുപക്ഷെ ഇവിടെ നിന്നോ അല്ലെങ്കിൽ ഈ ഏരിയയിലേക്കോ മാർക്കറ്റ് ഇറങ്ങാനുള്ള സാധ്യത കാണുന്നുണ്ട്. എനിവേ അതൊന്നും സൂക്ഷിക്കുന്നത് നന്നായിരിക്കും. നമുക്ക് എന്തായാലും ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോയിട്ട് കുറച്ചും കൂടി കാര്യങ്ങൾ നോക്കാം. അതിനുവേണ്ടി നമ്മൾ 1 ഹവറിലേക്കാണ് പോകുന്നത്. 1 ഹവറിലേക്ക് വരുന്ന സമയത്ത് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു കൺസോളേഷൻ നടന്ന ഏരിയ ഇവിടെ ഉണ്ട്. ആ ഒരു ഏരിയയിലേക്ക് മാർക്കറ്റ് ഇറങ്ങും തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ ആണെങ്കിൽ ആ ഒരു ഏരിയനെ നമുക്കൊരു സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട് തന്നെ ആയിട്ട് എടുക്കാം. എന്തായാലും നമ്മൾ അതിനെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവിടെ നമ്മൾ ഡെയിലി 4 ഹവറിന്റെ ഒക്കെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി 1 ഹവറിന്റെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറയാനുള്ളത് ഇവിടെ നിന്നൊരു ട്രെൻഡ് ലൈൻ പോകുന്നുണ്ട്. ആ ഒരു ട്രെൻഡ് ലൈനിലേക്ക് ഒരു പക്ഷേ എത്താനും സാധ്യത കാണുന്നുണ്ട്. അപ്പോഴും ഈ ഒരു ഏരിയയിലേക്ക്, അതായത് ഇവിടേക്ക് അല്ലെങ്കിൽ ഇവിടേക്കൊക്കെ എത്തുന്ന സമയത്ത് നല്ലൊരു ഓപ്പർച്യൂണിറ്റി വീണ്ടും കാണാം. ഈ ഒരു ഏരിയയിലേക്ക് വരുന്ന സമയത്ത് നോക്കിയാൽ കാണാം ഇവിടെ ഒരു സ്ട്രക്ചർ ചേഞ്ച് തന്നതാണ് 1 ഹവറിന്റെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ മാർക്കറ്റ് ഇവിടേക്ക് ഇറങ്ങുകയാണെങ്കിൽ ഒരു ബൈ ഓപ്പർച്യൂണിറ്റി അവിടെ നിന്ന് കിട്ടുക എന്ന് പറഞ്ഞാൽ നല്ലൊരു കൺഫർമേഷനോട് കൂടി കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഇനി അവിടേക്ക് എത്താതെ തന്നെ കിട്ടാനും സാധ്യതയുണ്ട്. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതൊരു മറ്റൊരു സ്ട്രക്ചർ ബ്രേക്ക് തന്നതാണ്, ഒരു ഹയർ ടൈം ഫ്രെയിമിൽ തന്നതാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടേക്കൊക്കെ ഇറങ്ങുന്ന സമയത്ത് നല്ലൊരു കൺഫർമേഷനോട് കൂടിയിട്ട് ഇവിടുന്ന് ഒരു ബൈ എൻട്രി കിട്ടാം. ഇനി ഇത് സെൽ എൻട്രി എന്ന് പറയുന്നത് ഈ വരച്ചതിന്റെ താഴെയാണ് സെൽ എൻട്രി ഉള്ളത്. അത് നല്ലൊരു കൺഫർമേഷൻ തന്നതിന് ശേഷം ഒരുപക്ഷെ ഇവിടെ ഒരു കൺസോളേഷൻ തന്നതിന് ശേഷം ചെറുതായിട്ടൊന്ന് മുകളിലോട്ട് കയറി ഒന്ന് വീണ്ടും താഴോട്ടേക്ക് ഇറങ്ങുകയാണെങ്കിൽ സെൽ എൻട്രി സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതാണ് ഏറെക്കുറെ ടാർഗറ്റ് എത്തേണ്ട ഏരിയ എന്ന് പറയുന്നത് അതാണ്. അല്ലെങ്കിൽ ഇവിടേക്കും എത്താവുന്ന സാധ്യതയുണ്ട്. എനിവേ ഇത്രയാണ് 1 ഹവറിന്റെ പറയുന്നത്. ഇനി 1 ഹവറിന്റെ ഒരു ബൈ എൻട്രി എന്ന് പറയുന്നതിൽ മറ്റൊരു കാര്യം കൂടി ഉണ്ട്. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ മാർക്കറ്റ് എത്തുന്ന ഒരു ഏരിയ ഇതായിരിക്കാം. ഇത് ബ്രേക്ക് ചെയ്ത അവിടെ റെസിസ്റ്റൻസ് ഉണ്ട്. ആ റെസിസ്റ്റൻസിൽ നിന്ന് ഒരുപക്ഷെ ഒരു കൺസോളേഷൻ തന്ന് അല്ലെങ്കിൽ കുറച്ചു നേരം ഒന്ന് ഇവിടെ നിന്നതിന് ശേഷം ഒരു നല്ലൊരു ക്യാൻഡിൽ കൺഫർമേഷനോ അല്ലെങ്കിൽ പാറ്റേൺ കൺഫർമേഷനോ തന്ന വീണ്ടും ഒന്ന് സെൽ എൻട്രിക്കുള്ള സാധ്യത ഉണ്ട്. അപ്പോഴും പ്രതീക്ഷിക്കേണ്ടത് ഇവിടം വരെ എത്തുന്നല്ല, ഈ പോകുന്ന പോക്കിൽ എന്തെങ്കിലും നല്ലൊരു പാറ്റേൺ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടേക്കായിരിക്കും എത്താനുള്ള സാധ്യത. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാർക്കറ്റ് ഒരു ബുള്ളിഷിലേക്ക് ആയിട്ട് മൂവ് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ വലിയൊരു കൺഫർമേഷൻ കിട്ടുകയാണ്, വലിയൊരു സെൽ ഓഫ് കിട്ടുകയാണെങ്കിൽ മാത്രം ഒന്ന് കുറച്ച് താഴോട്ടേക്ക് മാത്രം നോക്കിയാൽ മതി. ചെറിയ കൺഫർമേഷൻ ആണെങ്കിൽ തൊട്ടടുത്ത പാറ്റേൺ ക്രിയേറ്റ് ചെയ്തോ അല്ലെങ്കിൽ സിംഗ് ഹൈയിലേക്കോ വെച്ചതിന് ശേഷം മാർക്കറ്റിൽ നിന്ന് ഇറങ്ങി പോരുകയാണ് നല്ലത്. ഇനി നമുക്ക് 50 മിനിറ്റ്സിലോട്ടൊന്ന് പോയി നോക്കാം. 50 മിനിറ്റ്സിൽ വരുന്ന സമയത്ത് ഒരു ചെറിയ ഓപ്പർച്യൂണിറ്റി കാണുന്നുണ്ട്. കാരണം ഇവിടെ ഒരു ഏരിയനെ റീടെസ്റ്റ് ചെയ്യാനാണ് വന്നിരിക്കുന്നത്. പക്ഷെ നമുക്കൊന്നുകൂടി വെയിറ്റ് ചെയ്യുന്നത് നന്നായിരിക്കും. കാരണം ഇറങ്ങി വരുന്ന ഏരിയ ഇത്തിരി സ്ട്രോങ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നേരത്തെ പറഞ്ഞ പോലെ സ്ട്രോങ് ആയുള്ള ഏരിയയിലേക്കായിരിക്കാം മിക്കവാറും മാർക്കറ്റ് ഇറങ്ങി വരുന്നത്. അപ്പോൾ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ഏരിയ ഒന്നല്ലെങ്കിൽ ഇത്, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെയാണ്.
ഇനി 50 മിനിറ്റ്സ് ഒരു സെൽ എൻട്രി എന്ന് പറയാൻ ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം തൊട്ടടുത്ത് സ്ട്രോങ് ആയിട്ടുള്ള ഒരു വലിയൊരു ഏരിയ കാണിക്കുന്നുണ്ട്. നോക്കിയാൽ കാണാം, ഇത് വളരെ സ്ട്രോങ് ആയിട്ടുള്ളതാണ്. അത് സെൽ എൻട്രി വെച്ചാൽ പോലും ഒരുപക്ഷെ ഇവിടെ നിന്ന് ചിലപ്പോൾ കയറി പോകാനുള്ള സാധ്യത കാണുന്നുണ്ട്. എനിവേ 50 മിനിറ്റ്സിൽ ഇത്തിരി കൺഫ്യൂഷൻ ആണ് നിൽക്കുന്നത്. ഇനിയിപ്പോൾ ഒരു ചെറിയൊരു ട്രെൻഡ് ലൈൻ ഇതിലേ പോകുന്നുണ്ട് 50 മിനിറ്റ്സിൽ. നോക്കിയാൽ കാണാം, ഈ ട്രെൻഡ് ലൈൻ ബ്രേക്ക് തന്നതിന് ശേഷം ഒന്ന് റീടെസ്റ്റ് ചെയ്യാനാണ് വരുന്നതെങ്കിൽ ഒന്ന് നോക്കാവുന്നതാണ്. പക്ഷെ അപ്പോഴും പ്രശ്നം ഇത് തന്നെയുണ്ട്. കാരണം മാർക്കറ്റ് ഏറെക്കുറെ അപ്രോച്ച് ചെയ്യുന്നത് സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഏരിയയിലേക്കാണ്. അപ്പോൾ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവിടെ നിന്ന് ഒരു റീടെസ്റ്റ് എടുത്തിട്ടോ അല്ലെങ്കിൽ നല്ലൊരു പുൾ ബാക്കിൽ നിന്നോ വന്നിട്ട് വീണ്ടും മുകളിലോട്ട് തന്നെ പോവാം. അപ്പോൾ ഇത്രയാണ് 50 മിനിറ്റ്സിൽ പറയാനുള്ളത്. എനിവേ, ട്രേഡ് എടുക്കുന്ന എല്ലാവരും നോക്കിയും കണ്ടു ട്രേഡ് എടുക്കുക. കയ്യിലിരിക്കുന്ന ക്യാപിറ്റൽ പ്രൊട്ടക്ട് ചെയ്ത് ട്രേഡ് എടുക്കുക. ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഫോറക്സ് ട്രേഡിംഗ് ഫ്രീ ആയിട്ട് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രേഡ് ഔട്ടുമായിട്ട് ബന്ധപ്പെടാം. അതിന് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട്, അതിൽ കയറി ഫില്ല് ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മുടെ വാട്സപ്പ് ചാനൽ കയറിയിട്ട് ജോയിൻ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു.